ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. വേഷവും മാറിക്കഴിഞ്ഞു. ഇനി എന്ത്? ആദ്യം നീ അവളെ കാണാൻ വേണ്ടി പോകണം. നീ അവളോട് സംസാരിക്കണം. ആരാണവൾ? ഈ ലോകത്തുള്ളവൾ, നീ കല്യാണം കഴിക്കേണ്ടുന്നവൾ. അവളുടെ പേര് മയൂരി. നോക്കൂ, നീ തീർച്ചയായും അവളെ കല്യാണം കഴിക്കണം. ആ കല്യാണം നടന്നാൽ മാത്രമേ നമ്മുടെ സ്വപ്നം സഫലമാക്കുകയുള്ളൂ. ഇപ്പോ അവൾ എവിടെയാണുള്ളത്? വരൂ, ഞാൻ കാണിച്ചു തരാം. ദേവിക്ക് മഞ്ഞളും കുങ്കുമവും വെക്കുക ചേച്ചി. ആദ്യം നമുക്ക് വിഘ്നവിനാശകൻ ഗണപതിക്ക് വേണ്ടി പൂജ ചെയ്യാം. ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചേച്ചിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ദേവിയോട് പറഞ്ഞു. നോക്കൂ, നീ കല്യാണം കഴിക്കേണ്ട പെൺകുട്ടി അവളാണ്. മോഹിനി, നിന്നോട് എനിക്ക് പ്രണയമുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ നാഗലോകത്തേക്ക് ക്ഷണിച്ചത്. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആ നാഗലോകത്തുള്ളവരോട് എതിർത്ത് സംസാരിച്ചത്. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ 125 വർഷക്കാലം കല്ലായി നിന്നത്. ഇപ്പോ നീ തന്നെ വേറൊരു പെണ്ണിനെ പ്രണയിക്കണമെന്ന് പറയുമ്പോ മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു മോഹിനി. ശേഷ, നീ ആ പെൺകുട്ടിയെ എന്തിന് കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാനത് വീണ്ടും പറയാം. നീ നാഗലോകത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതിന് ശേഷം നിനക്ക് മേൽ ആ ശാപം ഇപ്പോഴുമുണ്ട്. ആ ശാപത്തിന് പരിഹാരം ലഭിക്കണമെങ്കിൽ നീ ആ കന്യകയെ വിവാഹം കഴിക്കണം. അതും മകം നക്ഷത്രത്തിലെ അമൃത സമയത്ത് ജനിച്ച മനുഷ്യ കന്യകയായ മയൂരിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ നിനക്ക് ആ ശാപത്തിൽ നിന്നും വിമോചനം കിട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിനക്ക് നാഗമാണിക്യത്തിലേക്ക് ജീവാത്മാവ് കയറ്റാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ നീ നാഗലോകത്തിന്റെ രാജാവാകൂ. ഇതെല്ലാം നടക്കണമെങ്കിൽ തന്നെ നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം ശേഷനാഗ. നീ അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത് നമ്മൾ തമ്മിൽ ഒരിക്കലും അകലാൻ വേണ്ടിയല്ല, നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ ശേഷനാഗ, പോകൂ. ശരി മോഹിനി, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോ നിനക്ക് വേണ്ടി ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ തയ്യാറാണ്.
മയൂരി, സുഖാണോ മോളെ? സുഖാണ് ഏട്ടാ. മോളാരോ ഇവിടെ പൂജയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടല്ലോ. നിന്നെ ദൈവം തുണയ്ക്കും. ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല മോളെ. നിന്റെ കഷ്ടപ്പാടിനെല്ലാം ഒരു അവസാനം ഉണ്ടാവും. എത്രയോ ആൾക്കാർ ഇവിടെ കല്യാണം കഴിക്കുന്നു. നിനക്ക് കല്യാണം ഉണ്ടാവും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടാതെ എവിടെ പോകാനാ? ഈ ദൈവം നിന്നെ കൈവിടത്തില്ല. ഓക്കെ, ഞാൻ പോട്ടെ. ഗുരുദേവ, എന്റെ ശിവാനി ഇങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവളെന്തോ കഠിനമായ വ്രതം നോൽക്കുന്നുണ്ട്. ആ വ്രതം വളരെ ബുദ്ധിമുട്ടാണെന്ന് വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അവളെ തടയാൻ പറ്റുന്നില്ല. അല്ല ഗുരുദേവ, ഞാൻ അവളുടെ തൊട്ടടുത്തുണ്ടായിട്ടും അവൾ എന്തിനാ ഈ വ്രതങ്ങളൊക്കെ ഇങ്ങനെ നോൽക്കുന്നത്? അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഇതെല്ലാം നിന്റെ ചുറ്റും ചുറ്റുന്ന സംശയങ്ങൾ മാത്രമാണ്. അവൾ ഈ നടത്തുന്ന പൂജകളെല്ലാം നിന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് കരുതുന്നു നീ. ഇതെല്ലാം ആ ഭഗവാന്റെ പ്രേരണ മാത്രമാണ്. ഇപ്പോഴീ സംഭവിക്കുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നിന്റെ ശ്രേയസ്സിനു വേണ്ടി. നിനക്കിവിടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 1000 ചോദ്യങ്ങളുണ്ട്. അതെല്ലാം സമാധാനമായി കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ഈ വ്രതത്തിൽ അവൾ വിജയിക്കുക തന്നെ വേണം. വിജയം കൈവരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിരുവർക്കും ഒന്നാവാൻ കഴിയുകയുള്ളൂ. ശരി ഗുരുദേവ, ഞാൻ ഇതുവരെ അങ്ങയുടെ വാക്ക് തെറ്റിച്ചിട്ടില്ല. അങ്ങാണ് എന്റെ വഴികാട്ടി എന്നാണ് എന്റെ വിശ്വാസം. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചോളാം. ഭോലേനാഥ്